ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും വെളിയാത്മാവോടും കൂടെ നിങ്ങളുടെ മഹനീയമായ ത്രിത്വത്തിന് മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും അങ്ങയുടെ കൃപയാൽ പരിശുദ്ധവും സ്തുതരുഹുമായ ഈ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. നെസ്തംബക് ഈശോമിശിഹ. പ്രിയ നസ്രാണി പഠന ഗ്രൂപ്പ് അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും പുതിയ ആരാധനാ വത്സരത്തിന്റെ മംഗളങ്ങളും ഒപ്പം സൂവാറാക്കാലത്തിന്റെ നന്മകളും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ മനുഷ്യാവതാരമാകുന്ന മഹാരഹസ്യത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്ന സൂവാറാക്കാലം നമ്മുടെ ആരാധനാ വത്സരത്തിൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ എടുത്തു പറയാവുന്ന ഒരു സവിശേഷത ഈ കാലത്ത് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മാർ തേദോറിന്റെ കൂദാശക്രമമാണ് നാം ഉപയോഗിക്കേണ്ടത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധനാ വത്സരം തുടങ്ങുന്ന ഈ വേളയിൽ നമ്മുടെ ഉപയോഗത്തിനായി നൽകപ്പെട്ടിട്ടുള്ള അതിസമ്പന്നമായ മാർ തേദോറിന്റെ കൂദാശക്രമം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തികച്ചും ഉചിതമായ കാര്യമാണ്. സഭയുടെ വിശ്വാസത്തിന്റെ മഹോന്നത പ്രകാശനമായ പരിശുദ്ധ കുർബാനയുടെ സമർപ്പണപരമായ ഹൃദയഭാഗമാണ് അനാഫ്ര, കൂദാശ, കൃതജ്ഞതാ പ്രാർത്ഥന, കാനൻ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന പ്രാർത്ഥനാ സമുച്ചയം. പൗരസ്ത്യ സുറിയാനിക്കാരായ സീറോ മലബാറുകാർക്കിടയിൽ കൂദാശ എന്ന വാക്കാണ് അനാഫ്ര എന്ന ഗ്രീക്ക് പദത്തേക്കാൾ പരക്കെ ഉപയോഗത്തിലിരിക്കുക. തിരുസഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ ചെറുതും വലുതുമായ നിരവധി കൂദാശകൾ അല്ലെങ്കിൽ അനാഫ്രകൾ വികാസം പ്രാപിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന സഭയുടെ ഹൃദയമാകുന്ന പവിഴപ്പുറ്റിലിരുന്ന് അവളുടെ വിശ്വാസാഗ്നിയുടെ ചൂടേറ്റ് നൂറ്റാണ്ടുകളിലൂടെ രൂപം പ്രാപിച്ച അപൂർവ മുത്തുകളായ ഈ കൂദാശകളിൽ സഭയുടെ വിശ്വാസവും ആധ്യാത്മികതയും മനോഹരമായി പ്രതിഫലിക്കപ്പെടുന്നു. പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽപ്പെട്ട മിക്ക സഭകളിലും ഒന്നിലധികം കൂദാശകൾ ഉപയോഗത്തിലുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ സഭ ഉൾപ്പെട്ടിരിക്കുന്ന പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ 3 കൂദാശകളാണ് ഉപയോഗത്തിലുള്ളത്. മാർ അദ്ദായുടെയും മാർ മാറിയുടെയും കൂദാശ, മാർ തേദോറിന്റെ പേരിൽ അറിയപ്പെടുന്ന കൂദാശ, മാർ നെസ്തോറീസിന്റെ പേരിൽ അറിയപ്പെടുന്ന കൂദാശ. 1599 നടന്ന ചരിത്രപ്രധാനമായ ഉദയംപേരൂർ സൂനഹദോസ് വരെ മാർത്തോമാ നസ്രാണി സഭയിലും ഈ 3 കൂദാശകളും ഉപയോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ മാർ തേദോറിന്റെയും മാർ നെസ്തോറീസിന്റെയും കൂദാശക്രമങ്ങളുടെ ഉപയോഗം ഉദയംപേരൂർ സൂനഹദോസ് നമ്മുടെ സഭയിൽ അവസാനിപ്പിച്ചു. അങ്ങനെ സീറോ മലബാർ സഭയിൽ സമീപകാലം വരെ മാർ അദ്ദായുടെയും മാർ മാറിയുടെയും പേരിലുള്ള 1ാമത്തെ കൂദാശക്രമം മാത്രമാണ് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ലത്തീൻ മിഷണറിമാരുടെ സ്വാധീനം മൂലം നഷ്ടമായ നമ്മുടെ ആരാധനാ പാരമ്പര്യങ്ങളുടെ പുനരുദ്ധാരണ ശ്രമങ്ങൾ നടന്നു വന്നിരുന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിർത്തലാക്കപ്പെട്ട ഈ 2 കൂദാശകളും പുനരുദ്ധരിച്ച് ഉപയോഗത്തിൽ വരുത്തണമെന്ന് പരിശുദ്ധ സിംഹാസനം തന്നെ നമ്മുടെ സഭയെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. അതനുസരിച്ച് ദീർഘനാളത്തെ പഠനത്തിനും പരിചിന്തനത്തിനും ശേഷം നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി 2013 ജൂലൈ 24 നൽകിയ ഡിക്രി പ്രകാരം 2ാമത്തെ കൂദാശയായ മാർ തേദോറിന്റെ കൂദാശക്രമം ഉപയോഗത്തിനായി സീറോ മലബാർ സഭയിൽ പ്രാബല്യത്തിലായി. മംഗളവാർത്ത 1ാം ഞായർ മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിലാണ് മാർ തേദോറിന്റെ കൂദാശക്രമം ഉപയോഗിച്ച് കുർബാന അർപ്പിക്കേണ്ടത്. അതനുസരിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി മാർ തേദോറിന്റെ കൂദാശക്രമം ഉപയോഗിച്ച് പരിശുദ്ധ കുർബാന അർപ്പിച്ച ഏതൊരു വ്യക്തിയെയും ഈ കൂദാശകളിലെ മനോഹരമായ പ്രാർത്ഥനകൾ സ്പർശിക്കാതിരിക്കില്ല. ഈ കൂദാശ മാർ തേദോറിന്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും മുപ്സുസ്ത്യായിലെ മാർ തേദോർ അല്ല ഇതിൻ്റെ രചയിതാവോ ക്രോഡീകരിച്ച വ്യക്തിയോ. മറിച്ച് 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന
പൗരസ്ത്യ സുറിയാനി പാത്രിയാർക്കീസ് ആയിരുന്ന മാർ ആബായായിരിക്കണം ഈ കൂദാശ ചിട്ടപ്പെടുത്തുന്നതിന്റെ പിന്നിലെന്ന് പണ്ഡിത ലോകം പരക്കെ വിശ്വസിക്കുന്നു. 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ രൂപം കൊണ്ട അദ്ദായി മാറി കൂദാശക്രമത്തേക്കാൾ വളരെയധികം വികാസം പ്രാപിച്ച ദൈവശാസ്ത്ര ചിന്തകളാണ് തേദോറിന്റെ കൂദാശയിൽ നമുക്ക് കാണാൻ കഴിയുക. അദ്ദായി മാറി കൂദാശക്രമത്തേക്കാൾ ദൈർഘ്യമേറിയ മാർ തേദോറിന്റെ കൂദാശക്രമത്തിൽ ഹൃദയം കൊണ്ട് പങ്കുചേരുന്ന ഒരു വ്യക്തിക്ക് അത് പ്രദാനം ചെയ്യുന്ന ആധ്യാത്മിക നിറവ് വിവരിക്കാനാവില്ല. പരിശുദ്ധ കുർബാനയിലെ കൂദാശാഭാഗം ആരാധനാ സമൂഹത്തിന്റെ ഏകാഗ്രതയും ശ്രദ്ധയും മനനാത്മകതയും നിറഞ്ഞ പങ്കാളിത്തം ആവശ്യപ്പെടുന്നുണ്ട്. അതിലെ പ്രാർത്ഥനകൾ സമഗ്രവും ആഴമേറിയതുമാകയാൽ നാം സാധാരണ ഉപയോഗിക്കുന്ന സ്വകാര്യ പ്രാർത്ഥനകളെ പോലെ ഇമ്പകരമോ അനായാസം ഗ്രഹിക്കാവുന്നതോ ഒന്നും ആയിരിക്കുകയില്ല. നമുക്കറിയാം, ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലുമൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച മരുന്നുകൾ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാനാണ് നിർദ്ദേശിക്കാറുള്ളത്. കാരണം അത് അത്ര വീര്യമേറിയവയാണ്. ഇപ്രകാരം തന്നെ കൂദാശക്രമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ സഭയുടെ ജീവിക്കുന്ന പാരമ്പര്യമാകുന്ന ഉലയിൽ ഊതിക്കാച്ചിയ വിശ്വാസ ദർശനങ്ങളാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലെ കൂദാശക്രമത്തിന്റെ ശരിയായ പരികർമ്മത്തിന് അവയിലെ പ്രാർത്ഥനകൾ പഠിക്കുകയും അതിലടങ്ങിയിരിക്കുന്ന ഉന്നത ദർശനങ്ങൾ മനസ്സിരുത്തി ഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭയുടെ ലിറ്റർജിയുടെ അല്ലെങ്കിൽ കുർബാന അർപ്പണത്തിന്റെ അവസരം തന്നെ ഒരു പരിശീലന കളരിയാണ്. പ്രാർത്ഥിക്കുന്ന സഭ അല്ലെങ്കിൽ കുർബാന അർപ്പിക്കുന്ന സഭ ഒരേ സമയം നമ്മുടെ മാതാവും ഗുരുനാഥയുമാണ്. സഭ വിളിക്കപ്പെടുക മാതർ എത്ത് മജിസ്ത്ര എന്നാണ്, അമ്മയും ഗുരുനാഥയും. സഭയുടെ മടിയിൽ അവളുടെ ഹൃദയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹത്തെ സ്നേഹവും ആർദ്രതയും നിറഞ്ഞ സഭാമാതാവ് പ്രാർത്ഥനകളിൽ മറഞ്ഞിരിക്കുന്ന വിശ്വാസ രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ മദ്ബഹായുടെ മുൻപിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ നാം അണയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ അമ്മയും ഗുരുനാഥയുമായ സഭയുടെ സ്വരത്തിന് കാതും ഹൃദയവും നൽകുവാൻ നമുക്കാകണം. ദൈവാരാധനയിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സഭയുടെ സ്വരമാണ്. അത് ശ്രദ്ധിച്ചാൽ നാം അറിയാതെ തന്നെ സത്യത്തിന്റെ തികവിലേക്ക്, യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ട് മാർ തേദോറിന്റെ കൂദാശക്രമത്തിലെ ഏതാനും പ്രാർത്ഥനകളെ നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. ഉന്നതമായ ആധ്യാത്മിക ദർശനങ്ങളാണ് അവയിൽ ഉറങ്ങുക. ഈ കൂദാശക്രമങ്ങൾ എത്രമാത്രം സമ്പന്നമാണെന്ന് തിരിച്ചറിയാൻ ഇപ്രകാരം ഒരു സമീപനം തീർച്ചയായും നമ്മെ സഹായിക്കും. ഏതാനും പ്രാർത്ഥനകളെ പരിചയപ്പെടുമ്പോൾ കൂദാശക്രമത്തിലെ പ്രാർത്ഥനകളിലൂടെ നാം കടന്നു പോകുന്ന വേളയിൽ ഈ പ്രാർത്ഥനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യ രഹസ്യങ്ങൾ, അവയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം നയിക്കപ്പെടാതിരിക്കില്ല. മാർ തേദോറിന്റെ കൂദാശയിൽ 4-ാം ഗഹന്തായിൽ കാർമികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രഹസ്യമാകുന്ന പരിശുദ്ധവും സ്വീകാര്യവുമായ ഈ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടി അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലെ നുറുങ്ങിയ ഹൃദയവും എളിയ ആത്മാവും അർപ്പകന്റെ അർപ്പണം സ്വീകാര്യമാകാനുള്ള വ്യവസ്ഥകളായാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് ഈ നുറുങ്ങിയ ഹൃദയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആദ്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അനുതാപ വിവശമായ അല്ലെങ്കിൽ തീവ്ര വ്യഥ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയുടെ ആവിഷ്കാരമാണോ നുറുങ്ങിയ ഹൃദയം എന്ന് തോന്നിപ്പോകും. പക്ഷെ അതിലൊക്കെ ഉപരിയായ ഒരു വിശാലമായ അർത്ഥം സുറിയാനി പാരമ്പര്യത്തിൽ ഈ പ്രയോഗത്തിനുണ്ട്. നുറുങ്ങിയ ഹൃദയം, ലെംബ ഷീക എന്ന പ്രയോഗം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സുറിയാനി വിവർത്തനമായ പിശീത്തായിൽ നിന്നായിരിക്കണം ഗഹന്ത പ്രാർത്ഥനയിൽ സ്ഥാനം പിടിച്ചത്. പിശീത്തായിൽ സങ്കീർത്തനം 51:17 ഇപ്രകാരം കാണുന്നുണ്ട്: ദൈവത്തിനുള്ള ബലി എളിയ ആത്മാവാണ്, റൂഹ മക്കീത്ത
നുറുങ്ങിയ ഹൃദയത്തെ ലെംബ ഷീക്ക അവിടുന്ന് നിരസിക്കുകയില്ല. എളിയ ആത്മാവും നുറുങ്ങിയ ഹൃദയവും തേദോറിന്റെ അനാഫ്രായിലെ 4-ാമത്തെ ഗഹന്തായിലും അടുത്തടുത്ത് കാണപ്പെടുന്നതിൽ നിന്ന് ഗഹന്തായിൽ യഥാർത്ഥത്തിൽ 51-ാം സങ്കീർത്തനം ഉദ്ധരിക്കപ്പെട്ടതായിരിക്കണമെന്ന് അനുമാനിക്കാൻ കഴിയും. നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരുവൻ ദൈവത്തിനുള്ള സ്വീകാര്യമായ ബലിയായി പരിണമിക്കുമെന്നാണ് സങ്കീർത്തകൻ പറയുക. സഭാസമൂഹം അർപ്പിക്കുന്ന കുർബാനയുടെ സ്വീകാര്യതയെക്കുറിച്ച് തന്നെയാണ് ഈ 2 പ്രയോഗങ്ങളിലൂടെയും തേദോറിന്റെ കൂദാശയും പറയാൻ ആഗ്രഹിക്കുക. 5-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സുറിയാനിയിൽ ഏതോ ഒരു അജ്ഞാത താപസനാൽ വിരചിതമായ ശ്രേണികളുടെ ഗ്രന്ഥത്തിൽ സാവാദ് മസ്കാസ ബുക്ക് ഓഫ് സ്റ്റെപ്സ് ഹൃദയത്തിന്റെ നുറുങ്ങിയ അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഷഹക് എന്ന സുറിയാനി ക്രിയാരൂപമാണ് തകരുക, നുറുങ്ങുക എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൃദയത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ നുറുങ്ങിയ അവസ്ഥയെക്കുറിച്ച് ഈ അജ്ഞാത ഗ്രന്ഥകാരൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ധ്യാനിക്കുന്ന വ്യക്തിക്ക് ഏറെ അർത്ഥപൂർണമായി അനുഭവപ്പെടും. പൂർണ്ണതയിലേക്ക് പ്രയാണം നടത്തുന്ന ഒരു വ്യക്തി തൻ്റെ ഉള്ളിലുള്ള ഉപകാരമില്ലാത്ത ലൗകിക അറിവുകളെ തച്ചുടച്ച് യഥാർത്ഥ ജ്ഞാനത്താൽ നിറയാൻ നടത്തുന്ന പ്രയത്നങ്ങളാണ് ഈ നുറുങ്ങൽ അഥവാ തകർക്കപ്പെടൽ എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുക. നുറുങ്ങിയ ഹൃദയം ആ അർത്ഥത്തിൽ ഒരു ഉരിഞ്ഞു മാറ്റലാണ്, പഴയതിനെ ഉരിഞ്ഞ് പുതിയതിനെ ധരിക്കാനുള്ള യത്നം. സാവാദ് മസ്കാസായുടെ കർത്താവായ അജ്ഞാത താപസന്റെ അഭിപ്രായത്തിൽ ദൈവാന്വേഷണവും തിരുവചനങ്ങളുടെ പഠനവും വഴിയാണ് ഒരുവന്റെ ഹൃദയം നുറുങ്ങേണ്ടത്. ശക്തിയേറിയ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പഴയ കെട്ടിട സമുച്ചയങ്ങൾ തച്ചുടച്ച് നീക്കം ചെയ്ത് പുതിയവ പണിതുയർത്തുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണിത്. ഒരുവന്റെ അഹവും അവന്റെ ശരികളും അവൻ നേടിയ അറിവുകളുമൊക്കെ ശക്തിയേറിയ ദൈവവചനം കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് റൂഹായാൽ നിറയുന്ന പ്രക്രിയയാണ് ഹൃദയത്തിന്റെ നുറുങ്ങലിൽ നടക്കേണ്ടത്. പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിൽ ആരാധനാ സമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ഈ നുറുങ്ങലാണ് നടക്കുന്നത്. വചന ശുശ്രൂഷയിൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനത്താൽ നമ്മുടെ ഹൃദയത്തെ നുറുക്കി തന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു നീക്കി പുത്തൻ മനുഷ്യനായി വേണം ഒരുവൻ കൂദാശ അർപ്പിക്കേണ്ടത്. ചുരുക്കത്തിൽ നുറുങ്ങിയ ഹൃദയം ആധ്യാത്മിക യാത്രയിലെ ഒരു അവശ്യ വ്യവസ്ഥയാണ്. പരിപൂർണതയിലേക്കുള്ള ഒരുവന്റെ പ്രയാണത്തിൽ തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിന്റെ ചായ്വുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന അവന്റെ ഹൃദയത്തെ സ്വർഗോന്മുഖമാക്കുന്ന പ്രക്രിയയാണത്. ലോകത്തിൽ നിന്ന് ഓടിയകലുക, ഫ്ലൈറ്റ് ഫ്രം ദ വേൾഡ് എന്ന ഗ്രീക്ക് പിതാക്കന്മാരുടെ സാമാന്യ തത്വത്തേക്കാൾ ലോകത്തിലായിരുന്നു കൊണ്ട് തന്നെ അതിനോട് പുലർത്തുന്ന ഒരു തരം ക്രിയാത്മകമായ നിർമ്മമതയ്ക്കാണ് ക്രിയേറ്റീവ് ഇൻഡിഫറൻസ് ത്രൂ ഫാസ്റ്റിംഗ് ടു ദ വേൾഡ് സുറിയാനി പിതാക്കന്മാർ കൂടുതൽ പ്രാധാന്യം നൽകുക. അങ്ങനെ നോക്കുമ്പോൾ നുറുങ്ങിയ ഹൃദയം ആയിരിക്കുന്ന ഒരവസ്ഥയേക്കാൾ തുടരുന്ന ഒരു പ്രവൃത്തിയും പ്രക്രിയയുമാണ്. ഭൗതിക ശാരീരിക തലങ്ങളിൽ നിന്ന് ഉയരാനായി ഒരുവൻ നടത്തുന്ന എല്ലാ താപസിക വ്യാപാരങ്ങളുടെയും ആകെത്തുകയാണത്. ഞാൻ വലുതെന്ന് കരുതുന്ന സകലതും, എൻ്റെ ജ്ഞാനവും നേട്ടങ്ങളും ഞാനെന്ന ഭാവവും എൻ്റെ ഹൃദയത്തിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ സ്വകാര്യ നിക്ഷേപങ്ങളുമെല്ലാം ദൈവവചനത്തിൻ്റെ മഹാശക്തിയാൽ തവിട് പൊടിയാക്കി തട്ടിമാറ്റപ്പെട്ട അവസ്ഥയിൽ ഞാൻ അനുഭവിക്കുന്ന ഭാവാത്മകമായ ഒരു ശൂന്യതയാണത്. നിറവിനായുള്ള ഒരു കാത്തിരിപ്പ്. നുറുങ്ങിയ ഹൃദയത്തിന് മാത്രമേ പരിശുദ്ധ കുർബാനയിലൂടെ ചൊരിയപ്പെടുന്ന നവജീവനാൽ നിറയപ്പെടാനാകൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാന അർപ്പണത്തിന്റെ സ്വീകാര്യതയ്ക്ക് കുർബാന അർപ്പിക്കുന്ന വ്യക്തിക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു വ്യവസ്ഥയാണ് നുറുങ്ങിയ ഹൃദയം. നോക്കൂ, നമ്മുടെ ആരാധനക്രമത്തിലെ പ്രാർത്ഥനകൾ എത്രയോ സമ്പന്നമാണ്. ഇനി ഇതിനോട് ചേർന്നുള്ള മറ്റൊരു പ്രയോഗമായിരുന്നു എളിയ ആത്മാവ്. നുറുങ്ങിയ ഹൃദയത്തിന്റെ ഒരു വിധത്തിലുള്ള പര്യായം തന്നെയാണ് എളിയ ആത്മാവ്.
മനുഷ്യരിലെ 3 ഘടകങ്ങളാണ് ശരീരം പകറ, ആത്മാവ് നഫ്ശ, ജീവൻ അല്ലെങ്കിൽ ചേതന റൂഹ എന്നിവ. ഇവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ധാരാളമായി കാണാം. ഉദാഹരണമായി പരിശുദ്ധ കുർബാനയിലെ ഉത്ഥാന ഗീതത്തിനു ശേഷം വരുന്ന ശ്ലോസായിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. നാം മുകളിൽ കണ്ടതുപോലെ എളിയ ആത്മാവ് എന്ന പ്രയോഗം ഗഹന്തായിൽ ഉൾച്ചേർക്കപ്പെട്ടതും പിശീത്ത സങ്കീർത്തനം 51:17 നിന്ന് തന്നെയാകണം. വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി സുറിയാനി പാരമ്പര്യത്തിലും ആദ്യ നാളുകളിൽ മനുഷ്യൻ അവന്റെ സമഗ്രതയിലാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. എളിയ ആത്മാവ് യഥാർത്ഥത്തിൽ എളിമ നിറഞ്ഞ മനുഷ്യൻ തന്നെയാണ്. ദൈവമായിരുന്നിട്ടും മനുഷ്യനോട് സമനായി തീരാൻ സ്വയം ശൂന്യനായ മിശിഹായുടെ അവസ്ഥയെ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. മിശിഹായുടെ ഈ അവസ്ഥ സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ എളിയ ആത്മാവുള്ളവൻ അഥവാ റൂഹ മഖീത്ത ഉള്ളവനായി മാറുക. ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചുങ്കക്കാരന്റെ പ്രാർത്ഥനയും പാപിനിയുടെ മിഴുനീരുമൊക്കെ ദൈവത്തിരുമുൻപിൽ സ്വീകാര്യമായത് അവരുടെ എളിമ മൂലമാണ്. ശാന്തശീലനും വിനീത ഹൃദയനുമായ തന്നിൽ നിന്ന് പഠിക്കാനാണ് ഈശോയും ആവശ്യപ്പെടുക. ദൈവം മറിയത്തിന്റെ താഴ്മയെ എളിമയെ തൃക്കൺ പാർത്തപ്പോഴാണ് അവൾ ദൈവപുത്രന്റെ മാതാവായി ഉയർത്തപ്പെട്ടത്. ശൂന്യതയുടെ, അതായത് എളിമയുടെ ഉച്ചസ്ഥായിൽ ദൈവപുത്രൻ അമ്മനുവേലായി തീരുകയും നമ്മോടൊപ്പം വസിക്കുകയും ചെയ്തു. അവന്റെ കുർബാനയിൽ പൂർണ്ണമായി പങ്കുചേരുവാൻ കുർബാന അർപ്പിക്കുന്ന വ്യക്തിക്കും എളിയ ആത്മാവ് കൂടിയേ തീരൂ. ഈ ഗഹന്തായിൽ ഉപയോഗിക്കുന്ന മറ്റു ചില പ്രയോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 4-ാം ഗഹന്തായിൽ തന്നെ പുരോഹിതൻ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്: നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങൾ എല്ലാവരും ഐക്യത്തിൽ ജീവിക്കാൻ ഇടയാക്കണമേ എന്ന്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന നിർമ്മല ഹൃദയം ലെംബ ദക്കിയ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് അണയുന്ന ഒരുവനിൽ അവശ്യമുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളുടെയും ആകെ തുകയാണ്. സങ്കീർത്തനത്തിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. സങ്കീർത്തനം 51:10. സുറിയാനിയിലാണെങ്കിൽ ഈ പ്രാർത്ഥന അതീവ മനോഹരമാണ്: ലെംബ ദക്കിയ ബ്രീ ബി ആലാഹ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. 2 പദങ്ങൾ മാത്രമുള്ള വളരെ ചെറിയ ഒരു പ്രയോഗമാണെങ്കിലും നിർമ്മലമായ ഹൃദയം എന്ന ആശയം പ്രദാനം ചെയ്യുന്ന ആധ്യാത്മിക ചിന്തകൾക്ക് ആഴിയോളം പരപ്പും ആഴവുമുണ്ട്. വിശുദ്ധ ഗ്രന്ഥ ദൈവാരാധനാ പാരമ്പര്യങ്ങളിൽ ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മാത്രമല്ല, മറിച്ച് മനുഷ്യ വ്യക്തിയുടെ കേന്ദ്രമാണ്. അവന്റെ കാമ്പാണ്. അവനിലെ ബാഹ്യ മനുഷ്യന്റെയും ആന്തരിക മനുഷ്യന്റെയും കേന്ദ്രം. ഒരുവന്റെ വികാരങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇരിപ്പിടം. അതിന്റെ സ്ഥാനം എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ ആർക്കും കഴിയില്ല. മനുഷ്യന് ദൈവവുമായുള്ള സമ്പർക്കം സമാഗമം സാധ്യമാകുന്ന സ്ഥലം കൂടിയാണ് ഒരുവന്റെ ഹൃദയം. സങ്കീർത്തനം 27:8 പറയുന്നതനുസരിച്ച് ഹൃദയമാണ് ദൈവത്തോട് സംസാരിക്കുക. മത്തായി 6:6 തന്റെ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തെക്കുറിച്ചാണെന്നാണ് സുറിയാനി പിതാവായ അഫ്രഹാത്ത് വ്യാഖ്യാനിക്കുക. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മുറി ഹൃദയവും വാതിൽ അധരങ്ങളുമാണ്. ഹൃദയ പരിശുദ്ധിയും മനഃശുദ്ധിയും ഒന്നല്ല എന്നും പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി പിതാവായ നിനിവേയിലെ മാർ ഇസഹാക്ക് പറയുക, മനഃശുദ്ധിയും ഹൃദയശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം ഒരു അവയവവും എല്ലാ അവയവങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണെന്നാണ്. അതുപോലെ നാം പലപ്പോഴും ആത്മീയ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ചർച്ചകളിലുമൊക്കെ കേൾക്കാറുള്ള ഒരു പദമാണ്
ഹൃദയ പ്രാർത്ഥന, പ്രെയർ ഓഫ് ദ ഹാർട്ട് എന്നത്. പല ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ദൈവശാസ്ത്ര ക്ലാസ്സുകളിലുമൊക്കെ ഹൃദയ പ്രാർത്ഥനയെ ഈശോനാമ ജപം പോലെയുള്ള ചില അഭ്യാസങ്ങളുമായി അല്ലെങ്കിൽ ചെറിയ പ്രാർത്ഥനകളുടെ ആവർത്തിച്ചുള്ള ഉരുവിടലുമൊക്കെയായി കരുതുന്നവരുണ്ട്. അല്ലെങ്കിൽ അതനുസരിച്ച് ഹൃദയ പ്രാർത്ഥന ഇതുപോലെയുള്ള ചില പ്രായോഗിക അഭ്യാസങ്ങളാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ സുറിയാനി പിതാക്കന്മാർക്ക് തികച്ചും വ്യത്യസ്തമായ വീക്ഷണമാണ് ഹൃദയ പ്രാർത്ഥനയെക്കുറിച്ചുള്ളത്. അവരെ സംബന്ധിച്ച് ഹൃദയ പ്രാർത്ഥന എന്തെങ്കിലും അഭ്യസനമല്ല, മറിച്ച് നിർമ്മല ഹൃദയം തന്നെയാണ്. അതായത് പരിപൂർണനാക്കപ്പെട്ട വ്യക്തി തന്നെയാണ്. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. മത്തായിയുടെ സുവിശേഷം 5:8 ഇപ്രകാരം പറയുന്നുണ്ട്. ഈ ഗ്രന്ഥഭാഗവും ദൈവവുമായുള്ള ഒരുവന്റെ സമാഗമത്തിന് ഹൃദയശുദ്ധി എത്രമാത്രം ആവശ്യമാണെന്ന് വെളിവാക്കുന്നുണ്ട്. പിതാക്കന്മാരുടെ ഭാഷ്യമനുസരിച്ച് കർത്താവ് നോക്കുന്നത് ഒരിക്കലും ഒരു ആരാധകന്റെ അർപ്പണ വസ്തുവിന്റെ ഗുണമേന്മയിലേക്കല്ല, പ്രത്യുത അവന്റെ ഹൃദയത്തിന്റെ നൈർമല്യത്തിലേക്കാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ആബേലിന്റെ ബലി കായേന്റെ ബലിയേക്കാളും കർത്താവിന് സ്വീകാര്യമായി എന്ന്. ആബേൽ അർപ്പിച്ച ബലിവസ്തു അല്ല, മറിച്ച് അവന്റെ നിർമ്മല ഹൃദയമായിരുന്നു ദൈവത്തിന് സ്വീകാര്യമായ ബലി. പഴയ നിയമ വിവരണം അനുസരിച്ച് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിവസ്തുക്കളിൽ ദൈവം സംപ്രീതനാകുന്നു എന്നതിൻ്റെ അടയാളമായി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം ഒരു ദൃശ്യം കാണുന്നുണ്ട്. കർത്താവിന് ബലി അർപ്പിക്കുന്ന ഏലിയ പ്രവാചകന്റെ ബലി സ്വീകരിക്കാനായി സ്വർഗത്തിൽ നിന്ന് അഗ്നി അയക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം അവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 7-ാം നൂറ്റാണ്ടിലെ സുറിയാനി എഴുത്തുകാരനായ സഹദോണ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയ പരിശുദ്ധിയുടെ മാധുര്യമേറിയ രുചി അറിഞ്ഞ് ദൈവം തൻ്റെ റൂഹായാകുന്ന അഗ്നിയെ അയക്കുന്നു. ആ അഗ്നി നമ്മുടെ ബലികളെ ആഹരിക്കുകയും അവയോടൊപ്പം നമ്മുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഹൃദയശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാനാകുമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളതിൻ്റെ വ്യാഖ്യാനമാണ് സഹദോണ നമുക്ക് നൽകുക. നിർമ്മല ഹൃദയമുള്ള ആരാധകനിൽ ദൈവം സംപ്രീതനാകുന്നു. അവനിലേക്ക് ദൈവമിറക്കുന്ന റൂഹായാകുന്ന അഗ്നി അവന്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി അവന് ദൈവദർശനം സാധ്യമാക്കുന്നു. മറ്റു വാക്കുകളിൽ, നിർമ്മലമായ ഹൃദയമുള്ള വ്യക്തിയിൽ ഒരു പ്രത്യേകതരം കണ്ണ്, ആന്തരിക നയനം രൂപപ്പെടുന്നു. അവന് ദൃശ്യനയനങ്ങൾക്ക് അദൃശ്യമായ സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ കാണാനാകുന്നു. ഒപ്പം സദാ ദൈവത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ഒരു നിർമ്മല ദർപ്പണം പോലെ ദൈവിക യാഥാർത്ഥ്യങ്ങളെ സുന്ദരമായി പ്രതിഫലിപ്പിക്കാനുള്ള കൃപ നേടുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ നിർമ്മല ഹൃദയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും അതേക്കുറിച്ച് സംസാരിക്കുമ്പോഴും എപ്പോഴും സുറിയാനി പിതാക്കന്മാർ മറ്റ് 2 പ്രതിബിംബങ്ങൾ കൂടി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ആന്തരിക നയനങ്ങൾ അല്ലെങ്കിൽ ഭാസുര നയനങ്ങൾ അല്ലെങ്കിൽ ലൂമിനസ് ഐ, സുറിയാനി ഭാഷയിലാണെങ്കിൽ ഐന ഷപീസ. രണ്ടാമത്തേത് നിർമ്മല ദർപ്പണം. പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുന്ന ഈ 2 പ്രതിബിംബങ്ങളും അല്ലെങ്കിൽ പ്രതിരൂപങ്ങളും അർപ്പകൻ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഗുണങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. സുറിയാനി പിതാക്കന്മാർ ധാരാളമായി ഉപയോഗിക്കുന്ന ഭാസുര നയനം, നിർമ്മല ദർപ്പണം, ഈ പ്രതിരൂപങ്ങൾ എന്താണെന്നും അവയുടെ അർത്ഥതലങ്ങൾ എന്താണെന്നും ഗ്രഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നിർമ്മല ഹൃദയം സ്വന്തമാക്കി ഒരുവന് ലഭിക്കുന്ന ഉൾക്കാഴ്ചയെക്കുറിച്ച് വിവരിക്കാൻ സഭാപിതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രതിബിംബമാണ് ഭാസുര നയനം, ലൂമിനസ് ഐ അല്ലെങ്കിൽ ഐന ഷപീസ. വിശ്വാസത്തിന്റെ കണ്ണുകൾ, ഹൃദയത്തിന്റെ കണ്ണുകൾ,
ആത്മാവിൻ്റെ ആന്തരിക നയനങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ശാരീരികമായ കണ്ണുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ പ്രകാശം ആവശ്യമാണ്. ഇതുപോലെ തന്നെ ഒരുവന്റെ ഭാസുര നയനങ്ങൾക്ക് അല്ലെങ്കിൽ ഐനാശപീസയ്ക്ക് പ്രവർത്തന നിരതമാകണമെങ്കിൽ വിശ്വാസമാകുന്ന പ്രകാശം ആവശ്യമാണ്. ശാരീരിക നയനങ്ങൾക്ക് അദൃശ്യമായ ദൈവിക രഹസ്യങ്ങൾ കാണുവാൻ ഭാസുര നയനങ്ങൾക്ക് സാധിക്കുന്നു. സുറിയാനി എഴുത്തുകാരനായ സഹദോണ തൻ്റെ പരിപൂർണതയുടെ ഗ്രന്ഥത്തിൽ ബുക്ക് ഓഫ് പെർഫെക്ഷനിൽ ഈ ഭാസുര നയനങ്ങളുടെ അതുല്യ ഭാഗ്യത്തെ ശ്ലാഘിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഹൃദയത്തിൻ്റെ ഭാസുര നയനമേ, നീ ഭാഗ്യവതി. ശ്രാപ്പേന്മാർ ആരുടെ മുൻപിൽ മുഖം മറയ്ക്കുന്നുവോ അവനെ തൻ്റെ പരിശുദ്ധിയിൽ വീക്ഷിക്കുവാൻ നിനക്ക് കഴിഞ്ഞു. മനുഷ്യകരങ്ങളാൽ മനുഷ്യഭാഷയിൽ വിരചിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം പോലും ശാരീരിക നയനങ്ങൾ മാത്രമുള്ളവർക്ക് കേവലം അക്ഷരങ്ങളും ഭാഷാപ്രയോഗങ്ങളും മാത്രമാണ്. അവയിൽ നിഗൂഢമായിരിക്കുന്ന ദൈവിക സന്ദേശം വായിച്ചറിയാൻ ശാരീരിക നയനങ്ങൾ മാത്രമുള്ളവർക്ക് കഴിയില്ല. അതിന് ഐനാശപീസ, ഭാസുര നയനം കൂടിയേ തീരൂ. പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നാം ആഘോഷിക്കുന്ന ദൈവിക രഹസ്യങ്ങളുടെ പൊരുളുകൾ അറിയാൻ വിശ്വാസത്തിൻ്റെ ഈ കണ്ണുകളുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അതില്ലാത്തവർക്ക് വിശുദ്ധ കുർബാന അർപ്പണം, ദീർഘമായ പ്രാർത്ഥനകളും പ്രതീകാത്മകമായ ആചരണങ്ങളും ഒക്കെ ഉള്ള വിരസത ജനിപ്പിക്കുന്ന എന്തൊക്കെയോ അർത്ഥശൂന്യമായ ചെയ്തികൾ മാത്രമായേ അനുഭവിക്കാനാകൂ. സുറിയാനി പിതാവും മഹാകവിയുമായ മാർ അപ്രേമും ഭാസുര നയനങ്ങളുടെ ശ്രേഷ്ഠതയെ സുന്ദരമായി പ്രകീർത്തിക്കുന്നുണ്ട്. തൻ്റെ വിശ്വാസ ഗീതത്തിൽ അദ്ദേഹം ഇപ്രകാരം പാടുന്നു: കർത്താവേ, നിന്റെ പ്രതീകങ്ങൾ എല്ലായിടത്തുമുണ്ട്, എന്നാൽ നീ എല്ലാറ്റിൽ നിന്നും മറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ കണ്ണാടി പോലെ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ നയനങ്ങൾ ഭാസുരമാണോ അവന് അവിടെ ദൈവിക യാഥാർത്ഥ്യം കാണാനാകും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിർമ്മല ഹൃദയമുള്ള എല്ലാവർക്കും ഈ ആന്തരിക നയനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭാസുര നയനങ്ങളുണ്ട്. അവൻ തന്നിലും തൻ്റെ ചുറ്റിലുമുള്ളവരിലും വിശുദ്ധ ഗ്രന്ഥത്തിലും പ്രപഞ്ചത്തിലും സഭയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ സദാ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തെ നോക്കിയിരിക്കുന്ന അവൻ അഗ്നിയിൽ വയ്ക്കപ്പെട്ട ഇരുമ്പ് അഗ്നിസമാനം ശോഭിക്കുന്നത് പോലെ തന്നിൽ ദൈവിക സത്തയെ പ്രതിഫലിപ്പിക്കുന്ന നിർമ്മല ദർപ്പണമായി പ്രശോഭിക്കും. അതുകൊണ്ട് ഭാസുര നയനത്തോട് ചേർത്ത് പിതാക്കന്മാർ എപ്പോഴും നിർമ്മല ദർപ്പണത്തെക്കുറിച്ചും പ്രതിപാദിക്കാറുണ്ട്. പുരാതന കാലത്തെ കണ്ണാടികൾ നമ്മുടെ ആറന്മുള കണ്ണാടിയൊക്കെ പോലെ ലോഹം കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. അവ എത്ര അധികമായി തേച്ചു മിനുക്കി സൂക്ഷിക്കുന്നുവോ അത്ര കണ്ട് അതിൽ നോക്കുന്നവന് അവൻ്റെ മുഖം ശരിയായി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആന്തരിക ദർപ്പണം തേച്ചു മിനുക്കി നിർമ്മലമായി കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ ഹൃദയ നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ അവൻ നടത്തുന്ന യത്നങ്ങൾ തന്നെയാണ്. നിർമ്മല ദർപ്പണം എന്ന പ്രതിരൂപത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്. സൃഷ്ടിയുടെ വിവരണത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്. എന്നാൽ പാപം ചെയ്ത ഈ മനുഷ്യനാകട്ടെ ദൈവത്തിൻ്റെ ഈ ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. വിരൂപമാക്കപ്പെട്ട മനുഷ്യ ഛായയ്ക്ക് ഒരിക്കലും ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് താൻ സൃഷ്ടിക്കപ്പെട്ട ആദിമ പരിശുദ്ധിയിലേക്ക് ഒരുവൻ കടന്നു ചെന്നാൽ മാത്രമേ അവന് ഒരു നിർമ്മല ദർപ്പണമായി ദൈവിക ഛായയെ പ്രതിഫലിപ്പിക്കാനാകൂ. മാമോദീസായി നമ്മിൽ ആദത്തിന് നഷ്ടമായ ആദിമ പരിശുദ്ധി പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട്. ആ പരിശുദ്ധിയിൽ നിലനിൽക്കാനായി ഒരു വ്യക്തി നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും ആന്തരിക ദർപ്പണത്തെ നിർമ്മലമായി സൂക്ഷിക്കാനുള്ള തേച്ചുമിനുക്കലുകളാണ്. നമുക്കറിയാം, ഒരു ദർപ്പണം അല്ലെങ്കിൽ ഒരു കണ്ണാടി തേച്ചുമിനുക്കി സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ മുഖം അതിൽ നമുക്ക് കാണാൻ സാധിക്കൂ. അതുപോലെ ഒരു വ്യക്തി തൻ്റെ ഛായയിൽ
ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട തൻ്റെ ഛായയിൽ ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ അവന് ആദത്തിന് നഷ്ടമായ ആദിമ പരിശുദ്ധി വീണ്ടെടുത്തേ മതിയാകൂ. മാമോദീസായിൽ അവന് ദാനമായി കിട്ടിയ ഈ ആദിമ പരിശുദ്ധി കുറവ് കൂടാതെ സൂക്ഷിക്കുവാൻ ആ വ്യക്തി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഈ ദർപ്പണത്തിന്റെ തേച്ചുമിക്കൽ. പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിൽ ലേഖനം വായിക്കുന്ന ശംശാനിക്ക് കാർമികൻ നൽകുന്ന ആശീർവാദ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: അവിടുന്ന് തൻ്റെ കൃപാതിരേകത്താൽ നിന്നെ നിർമ്മല ദർപ്പണം ആക്കുകയും ചെയ്യുന്നുവെന്ന്. അതായത് വിശുദ്ധ ഗ്രന്ഥം സഭയിൽ സഭാമക്കൾക്ക് വേണ്ടി പ്രഘോഷിക്കുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന നിർമ്മല ദർപ്പണമായി തീരട്ടെ എന്നാണ് കാർമികൻ ആശീർവദിക്കുക. നോക്കുക, നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉപയോഗിക്കുന്ന പ്രതിരൂപങ്ങളും പ്രതിബിംബങ്ങളും എത്രയോ ശക്തിയുള്ളവയാണെന്ന്. ഭാസുര നയനവും നിർമ്മല ദർപ്പണവുമൊക്കെ കേവലം മലയാള പദങ്ങൾ മാത്രമല്ല. അവ വിലയേറിയ അല്ലെങ്കിൽ വിസ്മയനീയമായ ദൈവിക രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പഠിപ്പിച്ചു തരുവാൻ വേണ്ടി പിതാക്കന്മാർ ഉപയോഗിച്ച അതിശക്തിയേറിയ പ്രതിരൂപങ്ങളാണ്. പിതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ നിഴലിച്ചു നിന്നിരുന്ന ഈ പ്രതിബിംബങ്ങളൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളിലും നാം ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലെ സാധാരണ പദപ്രയോഗങ്ങളിൽ നിന്ന് തോന്നുന്നവ പോലും ആഴമായ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഉന്നതമായ ദൈവശാസ്ത്ര ചിന്തകളാണ് അതിൽ ഉറങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഇനി മറ്റൊരു പ്രാർത്ഥനാ പ്രയോഗത്തെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. മാർ തെയ്ദോറിന്റെ കൂദാശയിലെ 4-ാമത്തെ ഗഹന്തായിൽ കാർമികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലി കാരുണ്യപൂർവം സ്വീകരിച്ച് ഞങ്ങളിൽ പ്രസാദിക്കണമേ. എന്താണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന അധരങ്ങളുടെ ഫലമായ സ്തോത്രബലി? നമുക്കറിയാം, AD 70 ഓർസ്ലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതോടെ ദൈവാലയത്തിലെ ബലിയർപ്പണം നിലച്ചു. മൃഗങ്ങളുടെ രക്തബലികൾക്ക് പകരം യഹൂദർ പ്രാർത്ഥനകൾ ബലിയായി കരുതാൻ തുടങ്ങി. സങ്കീർത്തനം 141:2 നാം എന്നും പതിവായി റംശായിൽ പ്രാർത്ഥിക്കാറുണ്ട്: ഞങ്ങളുടെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ എന്ന്. നമ്മുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഞങ്ങളുടെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ എന്നാണ് സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുക. യഹൂദ സ്വാധീനം ഉണ്ടായിരുന്ന സുറിയാനി പിതാക്കന്മാരിൽ പലരും നമ്മുടെ അധരങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അധരങ്ങളുടെ സ്തോത്രബലി എന്ന ആശയത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ബലി അർപ്പിക്കണമെങ്കിൽ അത് വാചികമാണെങ്കിലും മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ ബലിയാണെങ്കിലും ഒരു ബലിപീഠം അല്ലെങ്കിൽ മദ്ബഹ കൂടിയേ തീരും. പ്രാർത്ഥനയാകുന്ന അധരങ്ങളുടെ ഫലമായ സ്തോത്രബലി അർപ്പിക്കപ്പെടേണ്ട മദ്ബഹ ഇവിടെയാണ്. പിതാക്കന്മാരുടെ ഭാഷ്യമനുസരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഹൃദയമാണ് മദ്ബഹ. പള്ളിയിലെ മദ്ബഹായിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയാണ് ഹൃദയത്തിൽ നടക്കുന്ന ഈ ബലിയർപ്പണത്തെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുക. പള്ളിയിലെ മദ്ബഹായിൽ അപ്പവും വീഞ്ഞും അർപ്പിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ റൂഹ ഇറങ്ങി ആ അർപ്പണം പൂർത്തിയാക്കി അവയെ ഈശോയുടെ ശരീരരക്തങ്ങളാക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ ഹൃദയമാകുന്ന മദ്ബഹായിൽ പ്രാർത്ഥനയാകുന്ന രക്തരഹിത ബലി അർപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ റൂഹായെ ഹൃദയമാകുന്ന മദ്ബഹായിലേക്ക് ഇറക്കി പ്രാർത്ഥിക്കുന്ന തൻ്റെ ആരാധകനെ തൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന പള്ളിയാക്കി മാറ്റുന്നു. ഒപ്പം അവൻ്റെ ഹൃദയത്തെ സ്വർഗീയ പള്ളിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഹൃദയം കർത്താവിൻ്റെ മണവറയാണെന്ന് സുറിയാനി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്.
അധരങ്ങളുടെ സ്തോത്രബലി ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമാകുന്നത് പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിന്റെ നൈർമല്യ ദൈവത്തിന് സ്വീകാര്യമാകുന്നത് കൊണ്ടാണ്. അതായത് ഒരുവൻ തൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കുമ്പോഴാണ് അവൻ്റെ അധരങ്ങളുടെ അല്ലെങ്കിൽ അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതികൾ ബലിയായി പരിണമിക്കുക. ചുരുക്കത്തിൽ ജീവിതം പ്രാർത്ഥനയും പ്രാർത്ഥന ജീവിതവുമായി മാറണം എന്ന ധ്വനിയാണ് ഇവിടെയുള്ളത്. 5-ാം നൂറ്റാണ്ടിലെ സുറിയാനി സഭാപിതാവായ യോഹന്നാൻ ഈഹീദായ ജോൺ ദി സോളിറ്ററി ഈ യാഥാർത്ഥ്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ അത് ആവർത്തിക്കുക മാത്രം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അസ്തിത്വം തന്നെ ആ വാക്കുകളായി തീരട്ടെ. അവ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ പ്രകടമാകട്ടെ. നിങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തികളായി രൂപപ്പെടാത്ത പ്രാർത്ഥനയിലെ വാക്കുകൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ആ പ്രാർത്ഥനകൾ വഴി നിങ്ങൾ ദൈവ മനുഷ്യരായി കാണപ്പെടണം. ചുരുക്കത്തിൽ തേദോറിന്റെ കൂദാശയിലെ പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായി നാം ഇപ്രകാരം പഠന വിഷയമാക്കിയാൽ നമ്മെ അതിശയിപ്പിക്കുന്ന ആത്മീയ ചിന്തകളാണ് അവിടെ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നാം വിശകലനം ചെയ്ത ഈ പ്രാർത്ഥനാ ശകലങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു വ്യക്തി കുർബാനയായി മാറേണ്ട പ്രക്രിയയെക്കുറിച്ചുള്ള ആഴമേറിയ ആധ്യാത്മിക ദർശനങ്ങൾ കാച്ചിക്കുറുക്കി ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. നുറുങ്ങിയ ഹൃദയവും എളിയ ആത്മാവും നിർമ്മല ഹൃദയവും അധരങ്ങളുടെ സ്തോത്ര ബലിയുമെല്ലാം പള്ളിക്കുള്ളിൽ പള്ളികളായി നിലകൊള്ളേണ്ട സഭാതനയരുടെ ഗൗരവമേറിയ ഉത്തരവാദിത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുക. ഹൃദയ മദ്ബഹായിൽ ജീവിതമാകുന്ന പ്രാർത്ഥന ബലിയായി അർപ്പിക്കുന്ന വ്യക്തി റൂഹായുടെ ആലയമായി പള്ളിയായി പരിണമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ സഭയുടെ മദ്ബഹായിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന ആരാധനാ സമൂഹത്തിലെ ഓരോ അർപ്പകന്റെയും ജീവിതത്തിന് അർത്ഥം പകരൂ. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ എത്ര ഉന്നതമായ ആത്മീയ ദർശനങ്ങളിലേക്കാണ് നയിക്കുന്നതെന്ന് നോക്കൂ. ഇതുകൊണ്ടാണ് സഭാമാതാവ് നാം ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലൂടെ തന്നെ ദൈവിക രഹസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് നാം പറയാറുള്ളത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാർ തേദോറിന്റെ കൂദാശ ഉപയോഗിച്ച് നാം കുർബാന അർപ്പിക്കുമ്പോൾ അതിലെ നീണ്ട പ്രാർത്ഥനകൾക്ക് മുൻപിൽ വിരസമായ മനസ്സോടെ നിൽക്കാതെ ഹൃദയത്തിന്റെ തികവിൽ നിന്ന് ആ പ്രാർത്ഥനകൾ അധരങ്ങൾ വഴി ഉരുവിടാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നാം അറിയാതെ തന്നെ നമ്മിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റമാണ് നാം പ്രാർത്ഥനയായി മാറുന്ന അവസ്ഥ, അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ പള്ളിയായി തീരുന്ന അവസ്ഥ. അപ്രകാരം ഒരു അവസ്ഥയായിരിക്കട്ടെ സൂവാറാക്കാലം നമുക്ക് സമ്മാനിക്കുന്ന മഹത്തായ സമ്മാനം. നെസ്തബകുമാരൻ ഈശോ മിശിഹ. കർത്താവേ, തുല്യരും അഭിവാച്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ ഈ മർത്തിഗണം പരമോന്നതനായ അങ്ങേ പാടി സ്തുതിക്കുന്നു.